തൃശൂർ പൂരനഗരിയിൽ കൗമാരകലയ്ക്ക് കുടിയേറ്റം 250 ഇനങ്ങളിൽ 15,000 കൗമാര പ്രതിഭകൾ 25 വേദികളിലായി അരങ്ങിലെത്തും. ഇനിയുള്ള 5 ദിവസം ശക്തന്റെ മണ്ണിൽ കലയുടെ പൂരമാണ്. കലയുടെ മഹോത്സവത്തിന് തൃശൂരിൽ തിരശീല ഉയർന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമായി. തൃശൂർ നഗരം കലാപ്രതിഭകളെ വരവേറ്റത് മിനിപൂരം ഒരുക്കിക്കൊണ്ട്. അറുപത്തിനാലാമത് കലോത്സവത്തെ സൂചിപ്പിച്ചുകൊണ്ട് കുട്ടികൾ അണിനിരുന്ന വർണ്ണാഭമായ കുടമാറ്റവും നടന്നു. കൗമാര കലാമേളയുടെ ഉദ്ഘാടനം വടക്കുന്നാഥ ക്ഷേത്രം മൈതാനിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിനു മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കുട്ടികളുടെ വേദിയിലും രാഷ്ട്രീയം പറയാൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൃത്യമായ മറുപടി നൽകി. വിദ്യാർത്ഥിനി സമൂഹത്തോടും അധ്യാപകരോടും ഗുരുക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്, മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട്. ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ്. പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള രമ്യതയിൽ പോകണം. ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം. ഇനി അങ്ങോട്ട് 5 ദിവസം പൂരനഗരിയിൽ കലയുടെ പൂരക്കാലം. 14 ജില്ലകളിൽ നിന്നായി 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ജനം, തൃശൂർ.